Za moją ogóły Krystyna Ewa ma. ഹലോ, അസ്സലാമു അലൈക്കും. വീക്കെൻഡായിട്ട് ഗ്ലോബൽ വില്ലേജ് വരെ ഒന്ന് പോയി. അപ്പോൾ എന്തായാലും ദുബായിലുള്ള ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഒന്ന് ഞാൻ വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതവിടെ എത്തിയ ടിക്കറ്റെല്ലാം എടുത്ത് നമ്മളിങ്ങനെ ഉള്ളിൽ കയറി. അപ്പോൾ VIP പാർക്കിംഗ് ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് തന്നെ പാർക്ക് ചെയ്തിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല ആളുണ്ടായിരുന്നു, വീക്കെൻഡും കൂടി ആയതുകൊണ്ട്. ഒരു പ്രാവശ്യമൊന്നും പോയാൽ എന്തായാലും ഫുള്ളായിട്ടൊന്നും ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റില്ല. ഓരോ പവലിയനിൽ കയറിയാൽ തന്നെ ഉണ്ടാവും കുറേ കാഴ്ചകൾ കാണാനും. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളും എല്ലാം കാണാൻ തന്നെ നല്ല രസം. ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ വെറുതെ പോയിട്ട് എന്താ പറയുക, എല്ലാം ഒന്ന് നോക്കുക. നല്ല അടിപൊളിയാണ്, ഫുൾ വൈബ്. അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും പോകുന്നത് പാകിസ്ഥാൻ പവലിയനിലായിരിക്കും. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല സൽവാറും പാകിസ്ഥാൻ കോട്ടൺ എല്ലാം കാണാം. അങ്ങനെ ആദ്യം തന്നെ ആടെയായിരുന്നു പോയത്. പിന്നെ അവിടെ പോയപ്പോൾ കുറച്ച് ഡ്രസ്സ് ഇതെല്ലാം നോക്കി, കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ ഇതാ ലുക്കൈമത്ത് ഉണ്ടാക്കുന്നതെല്ലാം നോക്കി നിന്ന് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ. അങ്ങനെ അതെല്ലാം ചോദിച്ച് വീഡിയോസെല്ലാം എടുത്ത് ശരിക്കും ഉണ്ടാക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നല്ല എന്താ പറയുക, തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഓർഡർ ചെയ്തിട്ട് അവരുണ്ടാക്കുന്നത് നോക്കി നിന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു അറബിക് സ്വീറ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. എപ്പം വന്നാലും ഞാനിത് വാങ്ങി എന്തായാലും കഴിക്കും. അവിടെ വന്ന എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്നത് ഫുഡ് അടിക്കുക. ഇതന്നെ പല പല ഫുഡും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ തന്നെ. ആഫ്രിക്കൻ പവലിയനിൽ പോയപ്പോൾ അവിടെ പിന്നെ ഫുള്ള് നമ്മളെന്താ വിടൂല. കുറേ സ്ക്രബും ലോഷനും ക്രീം ഓയിലും എടുത്തിട്ട് നമുക്കിങ്ങനെ പിടിച്ച് വെച്ചിട്ട് കയ്യിലെല്ലാം ഇങ്ങനെ കുറേ എന്താ പറയുക ഇട്ടിട്ടെല്ലാം കാണിച്ചു തരും. നമ്മൾ വേണ്ട പറഞ്ഞാൽ അവർ വിടൂല. പക്ഷെ നല്ല രസമാണ്. അവർ മസാജെല്ലാം ചെയ്ത് തരുമ്പം തന്നെ. അങ്ങനെ അതെല്ലാം കുറേ പരീക്ഷണങ്ങളെല്ലാം നടത്തി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളിലുണ്ട് വലിയ കാണാൻ തന്നെ. അപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം, കാണാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇതാ ആഫ്രിക്കക്കാരുടെ കുറച്ച് ഡാൻസ് എല്ലാം ഉണ്ട്, അത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ പിന്നെ കുറച്ച് ആളെല്ലാം ആയി. അവരെ പരിപാടി തുടങ്ങാണ്. നല്ല പാട്ടും ഡാൻസും.
അവിടെ വലിയ സ്റ്റേജിലുള്ള നല്ല അടിപൊളി ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നേനും നല്ല സൂപ്പർ ഡാൻസേഴ്സ് എല്ലാം വന്നിട്ട് റൈറ്റ്സിൻ്റെ അടുത്തെത്തി. അവിടെ പിന്നെ വേറൊരു ബഹളം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നടന്ന് നടന്ന് കാലിൻ്റെ പണി തീരും, അത്രയും നടന്ന് കാണാനുണ്ടാവും. ഒരു റൈഡിലെല്ലാം കയറിയാൽ തന്നെ മതി, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ തലകറങ്ങുന്ന പോലെയും എന്തെല്ലോ വൊമിറ്റ് ചെയ്യാനുള്ള പോലെയെല്ലാം ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെ കൂടുതൽ ഇതിലൊന്നും കയറാറില്ല. പിന്നെ നമ്മളെ ഇന്ത്യൻ പവലിയനിൽ നല്ല എന്താ പറയുക അടിപൊളി ഡാൻസെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാട്ട് മ്യൂട്ടാക്കിയതാണ്, കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്ലാസിക്കൽ ഡാൻസും പഞ്ചാബി ഡാൻസും എല്ലാം ആയിട്ട് അടിപൊളിയേനും. പിന്നെ ഈ ഒരു ഷോപ്പിൽ മാത്രം എങ്ങും ഇല്ലാത്ത തിരക്കായിരുന്നു. കാരണം എല്ലാത്തിനും ഇവിടെ 5, 10, 20 ദിറംസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, പൈസ കുറവുള്ളിടത്ത് എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ല. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടാലും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒന്ന് കറങ്ങി എന്തെല്ലാം നോക്കിയെടുത്തു, പിന്നെ ഇറങ്ങി. ഇപ്പോൾ തന്നെ ഇതാ നടന്ന് ഒരു വഴിയായി. അപ്പം ലേറ്റായി, ഇനി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാനെത്തി. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതിയെന്നായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീക്കെൻഡിലെ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.